സൂളജിൽ നമുക്ക് ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ കോൺട്രിക് തൈസ് ആൻഡ് ഓസ്റ്റിക് തൈസ്. എന്തായാലും ഒരു 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് വരാറുണ്ട്. സോ എന്താണ് കോൺട്രിക് തൈസ്? കോൺട്രിക് തൈസ് എന്ന് പറയുന്നത് കാർട്ടിലേജിനസ് ഫിഷസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ എൻഡോസ്കെലിറ്റൻ എന്ന് പറയുന്നത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാർട്ടിലേജ്. അപ്പൊ കാർട്ടിലേജ് കൊണ്ടായിരിക്കും അതിന്റെ എൻഡോസ്കെലിറ്റൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ തൊട്ടിപ്പുറത്ത് ഓസ്റ്റിക് തൈസിലാണെങ്കിൽ സെയിം എൻഡോസ്കെലിറ്റൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബോൺസ്. അതുകൊണ്ടാണ് അവരെ ബോണി ഫിഷസ് എന്ന് വിളിക്കുന്നത്. ഇനി കോൺട്രിക് തൈസിന്റെ മറ്റൊരു പ്രത്യേകത, ഇവരുടെ വാ കാണപ്പെടുന്നത് വെൻട്രൽ സൈഡിലായിട്ടാണ്. അപ്പോൾ വെൻട്രൽ മൗത്ത് ആണ് അവരുടെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. എന്നാൽ ഓസ്റ്റിക് തൈസിന് അറ്റത്തായിട്ടാണ് മൗത്ത് കാണപ്പെടുന്നത്, വിച്ച് ഈസ് കോൾഡ് ടെർമിനൽ മൗത്ത്. അപ്പൊ അവരുടെ മൗത്ത് എന്ന് പറയുന്നത് ടെർമിനൽ മൗത്ത് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇനി കോൺട്രിക് തൈസിന്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് എയർ ബ്ലാഡർ ഇല്ല എന്നുള്ളതാണ്. നോ എയർ ബ്ലാഡർ. സോ എയർ ബ്ലാഡർ ഇല്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് സ്വിം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് കോൺട്രിക് തൈസ്. ഇല്ലെങ്കിൽ അവർ താന്നു പോകും. അടുത്ത ഓസ്റ്റിക് തൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് എയർ ബ്ലാഡർ പ്രസന്റ് ആണ്, അവർക്ക് ഉണ്ട്. അതേപോലെ തന്നെ കോൺട്രിക് തൈസിന് നോ ഒപ്പേർക്കുലം. ഒപ്പേർക്കുലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിൽ കവറാണ്. ഗിൽസിനെ കവർ ചെയ്യുന്ന, ചെകിള പോലെ ഇങ്ങനെ കവർ ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് നമ്മുടെ ഒപ്പേർക്കുലം. ആ ഒപ്പേർക്കുലം പക്ഷെ ആർക്കുണ്ട്? നമ്മുടെ ഓസ്റ്റിക് തൈസിന് പ്രസന്റ് ആണ്. അതുപോലെ കോൺട്രിക് തൈസിന്റെ ശരീരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പ്ലാക്കോയിഡ് സ്കെയിൽസ് ആണ് അവർക്കുള്ളത്. അതേസമയം നമ്മുടെ ഓസ്റ്റിക് തൈസിന് സൈക്ലോയിഡ് എന്ന് പറയുന്ന കുറച്ചുകൂടി വലിയ സ്കെയിൽസ് ആണ് കാണപ്പെടുന്നത്, ഓവൽ ഷേപ്പിലുള്ള സൈക്ലോയിഡ് സ്കെയിൽസ്. ഇനി കോൺട്രിക് തൈസ് കൂടുതലും വിവി പാരസ് ആണ്, പ്രസവിക്കുന്ന ടൈപ്പ് ആണെങ്കിൽ വിവി പാരിയാണ് അവരിൽ കാണപ്പെടുന്നതെങ്കിൽ ഓസ്റ്റിക് തൈസ് കൂടുതലും ഓവി പാരസ് ആണ്, മുട്ടയിടുന്ന ടൈപ്പ് ആണ്. സോ ദീസ് ആർ ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ കോൺട്രിക് തൈസ് ആൻഡ് ഓസ്റ്റിക് തൈസ്. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഫുൾ മാർക്ക് ഉറപ്പ്.